ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോട്ടോ കാർട്ടൂണായിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യം നമുക്ക് ടൂൺ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പും അതുപോലെ പിക്സാർട്ട് ആപ്പും യൂസ് ചെയ്തുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല എഡിറ്റർ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ടൂൺ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ടൂൺ ആപ്പ് നമുക്ക് ഏത് ഫോട്ടോ ആണോ നമ്മൾ DSLR അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഇത്തിരി നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഇപ്പോൾ ആയതാണ്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്ത് എടുത്ത ഫോട്ടോയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് തുടക്കം വരെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് നമുക്കിതൊന്ന് ഫുൾ ആയതിനു ശേഷം നമുക്കിതുപോലെ വരും. നമ്മളതിൽ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 3 days ട്രയലുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്ക് പരസ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ അത് 2-3 ഫിൽറ്റേഴ്സ് നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ 2-3 തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്ത് 2-3 നോക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ വന്നിട്ട് കാർട്ടൂൺ ആവുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ആഡുണ്ട്, ഇതുപോലെ ആഡ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവോയ്ഡ് ചെയ്താൽ മതി. ചുമ്മാ ക്യാഷ് കൊടുത്ത് മേടിക്കണമെന്ന് പറയില്ല, ഇത് കുഞ്ഞു കാര്യത്തിന് വേണ്ടി വേണ്ട. നല്ല വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ആക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ തന്നെ സേവ് ആകും. താഴെ നമുക്ക് സേവിനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. സേവിനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിളിൽ തന്നെ ആപ്ലിക്കേഷനല്ല ഓൺലൈൻ സൈറ്റ് പോലെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് തന്നെ ക്ലിക്ക് ചെയ്യാം. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡായി അത് നമ്മൾ സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ഇമേജ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടൂൺ ആപ്പിൽ നമ്മൾ സേവ് ചെയ്ത് അതേ ഫോട്ടോ എടുത്തിവിടെ കൊടുക്കുക. വളരെ സ്പീഡിൽ നമുക്കിത് നെറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ വളരെ വേഗം നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിത്തരും. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് അത് തനി എറേസ് ചെയ്ത് തരും. നമ്മൾ പിക്സാർട്ടിൽ പോയിരുന്ന് എറേസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ജസ്റ്റ് ചിലർക്ക് ഈസി ആയിരിക്കും, പക്ഷേ പാടുള്ളവർക്ക് അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതി ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാർട്ടൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് പലയിടത്തുനിന്നും അവൈലബിൾ ആണ്. കാർട്ടൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗൂഗിളിൽ നിന്നോ പലയിടത്തുനിന്നും ഇതുപോലെ കാർട്ടൂൺ ഫോട്ടോസിൻ്റെ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. അതിൽ നിങ്ങൾക്ക് കയറി ചോദിച്ചാൽ ഇതിൻ്റെ തന്നെ ഫോട്ടോ നിങ്ങൾക്ക് തരാം. പിന്നെ അത് പോയിട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ ഫോട്ടോ ഇതിലോട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ടൊന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് കളയേണ്ടിയിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കുക. ഇത്രയൊന്ന് മാറ്റി നമുക്കിനി അതിലോട്ടൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ഇനി നമുക്കത് മുകളിലത്തെ ടിക്കൊന്ന് കൊടുക്കുക. 2 times ടിക്ക് ചെയ്യാൻ പാടില്ല. 2 times ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് അവിടെ അങ്ങ് ഇരുന്ന് പോകും. നമുക്ക് വീണ്ടും ഒന്നേന്ന് എടുത്ത് ഫോട്ടോ വയ്ക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അല്പം വലുതായിട്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ സൈസും കൂടെ കുറച്ചൊന്ന് ചെറുതാക്കി ഒന്ന് വരുമ്പോൾ സെറ്റായി വരും ഫോട്ടോ. നിങ്ങൾ ഹെഡൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് ഹെഡ് കുറച്ചുകൂടെ ഓവറായിട്ടിരുന്ന് കഴിഞ്ഞാൽ ബോറായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫാറ്റ് ബോഡി ആണെങ്കിൽ ഈ ഹെഡ് കറക്റ്റ് ആവും. അപ്പം ജസ്റ്റ് ഒന്ന് വീണ്ടും നമുക്ക് ആ ഹെഡിനെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഹെഡിൻ്റെ പുറത്തൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതാക്കി വെച്ച് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സൂപ്പറായില്ലേ, ഏകദേശം ഒന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോട്ടോസ് നമുക്ക് അടിപൊളി അനിമേഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും ഇതുപോലത്തെ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.